നീ ഇവിടെ ഇരുന്ന് സീരിയൽ കാണുവാണോ? ആ ടെസയും ജോണിന്ന് വൈകിട്ടെത്തും. അതുവരെ ഈ കുന്തൊന്നെടുത്ത് മാറ്റി വെക്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുക്കിനെ ഡേവിനെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. ഒരാഴ്ച കൂടി ഉള്ളൂ കല്യാണത്തിന്. അവര് വന്നു കിട്ടിയ പകുതി സമാധാനമായി. എന്റെ മോനായോണ്ട് പറയല്ല, അവന്റെ കാര്യത്തിൽ എനിക്ക് തീരെ വിശ്വാസല്ലേ. എന്റെ പൊന്നിച്ചായ, ആ പാവങ്ങൾക്ക് നേടം വല്ല തീരെ സമ്മതിക്കുന്നില്ല. നിങ്ങളുടെ 3 ആമക്കള് അവര് കൂടുതൽ വരെ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് നല്ല സംശയമുണ്ടേ. ഈ കല്യാണം ഒന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. ആ ടെസയും ചൂടും വന്നു കഴിഞ്ഞാൽ പകുതി സമാധാനമായി. വൈകുന്നേരം എത്തിക്കിട്ടും. അതുവരെയിലൊന്ന് സംസാരിച്ചോട്ടെ പാവങ്ങള്. നിങ്ങളുടെ മകന്റെ കാര്യത്തിൽ എനിക്ക് വിശ്വാസമല്ല. പക്ഷെ കുക്കി അവൾ അടിപൊളിയാ. ഞാൻ എഴുന്നേറ്റ് വരുമ്പോ തന്നെ രണ്ടിരുന്ന് സംസാരിക്കുന്ന കാണുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാ. മറ്റൊരു 3 കാണുന്നില്ലല്ലോ. എവിടെയൊക്കെ പോയേ? അവരുടെ കാര്യമൊന്നും പറയണ്ട. ബ്യൂട്ടി പാർലറിൽ പോയിട്ടുണ്ട്. ഇന്ന് ഡിസൈൻ ചെയ്യണ പോരല്ലേ. എങ്ങാനും അവരെ 3 ആരെങ്കിലും കണ്ടിട്ട് ഇഷ്ടമായെങ്കിലോ കുക്കിനെ അവർക്ക് പിടിച്ച് കെട്ടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഒരുങ്ങാൻ പോയിക്കേ. എനിക്ക് മനസ്സിലാവുന്നില്ല. ടെവിൻ കുക്കി നമ്മൾ ഇഷ്ടത്തിലല്ലേ. ഇന്നാലേലും ഇവർക്കൊന്ന് വിട്ടുകൊടുത്തൂടെ. ഇതൊരു മാതിരി. നിങ്ങളുടെല്ലേ മക്കള്, അങ്ങനെ തന്നെ വരുള്ളൂ. മോശം എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട ഒരു തന്തയും അതിനേക്കാൾ നിറയെ മക്കളും. എങ്ങനെ ഇവരുടെ ഇടയിൽ ഞാൻ ജീവിച്ചു പോകുന്നു ആവോ. കുക്കി, നിന്റെ അച്ഛനും അമ്മയ്ക്ക് എന്നെ ഇഷ്ടാവോടി? അവർ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? എന്റെ പൊന്നിച്ചു, നീ അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമല്ല. അവർ ഇംപ്രസ് ആയാലും ഇല്ലെങ്കിലും ഞാൻ നിനക്കുള്ളതല്ലേ. എനിക്കെന്താ എല്ലാം സ്വപ്നം പോലെ തോന്നുന്നു. നിനക്ക് എന്നെ ഇഷ്ടമെന്ന് അറിഞ്ഞതും എന്റെ ഇഷ്ടം നിന്നോട് പറഞ്ഞതും നീ വന്നത് തന്നെ. എന്തായാലും നിന്റെ ഡാഡി മമ്മിക്ക് ഞാനൊരു സർപ്രൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അവർക്കത് ഇഷ്ടമാണ്. എന്റെ കുറെ ദിവസത്തെ കഷ്ടപ്പാടാത്. അതൊക്കെ ഇടും. എന്താ ഇപ്പൊ നിന്റെ അവസ്ഥ? ഇച്ചു, പറയുന്നതൊന്നും തോന്നരുത്. എന്റെ അവസ്ഥ വളരെ പരിതാപകരാണ്. നിന്റെ 3 ഏട്ടന്മാരെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടി. ഇതേ ഇപ്പോഴും കൂടി വന്ന് പോയിട്ടുള്ളൂ. അവര് ബ്യൂട്ടി പാർലറിൽ പോവുകയാണ് ഇത്രേ. അവര് 3 ആരെങ്കിലും നീ അച്ഛനമ്മക്ക് ഇഷ്ടമായെങ്കിലോ എന്ന്. എനിക്ക് വയ്യ. അവരിപ്പോഴും എന്നെ ടൂൺ ചെയ്യുന്നുണ്ട് ചോ. ഈശ്വര, ഈ നാറികളെ കൊണ്ട് ഞാൻ തോറ്റുപോയല്ലോ. ഇങ്ങനെയും 3 പെൺകുട്ടികൾ ശരിയാവണേ. പപ്പ മമ്മ, നിങ്ങൾ നേരത്തെ എത്തിയോ? വൈകിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട്. പിന്നല്ലാതെ നിന്നും എന്റെ ഭാര്യയും മരുമകനും കാണാൻ ഞങ്ങൾ വേഗം പറഞ്ഞെത്തി. എവിടെ അവൻ? ടെവിൻ എവിടെ? നിങ്ങൾക്കൊരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് തരാൻ വേണ്ടി ഓടിക്കേ. ഇപ്പൊ വരും. മോനെ, നീ ഇപ്പൊ വായിച്ചത് ടൈറ്റാനിക്കിലെ ആ പാട്ട് കണ്ടുപിടിച്ചോ? അത്ര പെർഫെക്റ്റ് ആയിട്ട് ഞാൻ വായിച്ചോ? സാഹചര്യത്തിനനുസരിച്ച് മോനെ ആ പാട്ട് വായിച്ചു. ബാക്കി 3 എവിടെ? ഇതുപോലെ തന്നെയാണോ അവരും? ഇതുപോലല്ല, ഇതിനേക്കാൾ മോശം. ഇപ്പൊ വരും ഇതിലും മോശം. മോളെ കുക്കി, ഒന്ന് പുറത്തേക്ക് വരുമോ? അച്ഛനൊരു കാര്യം പറയാണ്ടായിരുന്നു മോളോട്. എന്നെ വല്ലാതെ ഇഷ്ടായിരുന്നു തോന്നുന്നു. കല്യാണം ചിലപ്പോ ഒരാഴ്ചയുടെ മുന്നേ തന്നെ അവൻ ചേർച്ചിട്ടുണ്ട്. അല്ല അച്ഛാ, പിന്നെ നിന്റെ വയലും വായിക്കുന്ന കേട്ടിട്ട് ഇംപ്രസ് ആയി നടക്കല്ലേ. പോക്ക് കണ്ടിട്ട് അവളെ ഇപ്പൊ തന്നെ അമേരിക്ക കൊണ്ടുപോകുന്നു തോന്നുന്നു.
കല്യാണം പോയിട്ട് ഒരു കുന്ത നടക്കാൻ പോകുന്നില്ല. അറ്റ്ലീസ്റ്റ് നിനക്ക് നീ വായിക്കുന്ന ഒന്ന് റെക്കോർഡ് ചെയ്ത് കേടുകയും ചെയ്തൂടെ? മോളെ കുക്കി, നിനക്കൊന്നുകൂടി ഒന്ന് ആലോചിച്ചൂടെ? അവനെ കണ്ടിട്ട് അവൻ അത്ര പന്തിയല്ല, ബുദ്ധിക്ക് ലേശം കുറവുണ്ടോന്നൊരു സംശയം. നിന്റെ അമ്മയുടെ ആങ്ങളുടെ മോനല്ലേ, മിക്കവാറും അതിന് നല്ല ചാൻസ് ഉണ്ട്. അച്ഛാ, ഇച്ചുനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ ഇടിച്ച് ഞാൻ കിണത്തിലിടും. പറഞ്ഞില്ല വേണ്ട. വേണമെങ്കിൽ എന്നെ കല്യാണം കഴിപ്പിച്ചോ, ഇല്ലെങ്കിൽ ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്തോളൂ. അല്ല പിന്നെ ഈശ്വര, അമേരിക്കയിലെ പോലെയല്ല, ഇവിടെ ദേ കിണറുണ്ട്. മോളെ, അച്ഛൻ ചുമ്മാ പറഞ്ഞതല്ലേ. അച്ഛൻ ഇങ്ങനെ വന്നിട്ടുള്ളത് നിങ്ങളുടെ കല്യാണം നടത്താനല്ലേ. വായ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഒരാഴ്ച വേഗം ആയി കിട്ടിയാൽ മതിയായിരുന്നു. നീ ഈ സീരിയലൊക്കെ വിട്. എനിക്ക് കെ ഡ്രാമ സി ഡ്രാമ ഒക്കെ കണ്ടുകൂടെ? അതിൽ നല്ല റൊമാൻസ് ഉണ്ടടി, അടിപൊളിയാ റൊമാൻസ്. ഞാൻ റൊമാൻസ് കണ്ടിട്ട് എന്തിനാ? 24 മണിക്കൂർ ഉറക്കാം മനുഷ്യന്. ഉറക്കത്തിനെ കുറിച്ചല്ലാതെ വേറെ ഒന്നും പറയത്തൂല. പിന്നുള്ള 4 മക്കളാ. അവരുടെ ഇടയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാ കുത്തിരുന്ന് സീരിയൽ കാണുന്നത്. അങ്ങനെ കുറച്ച് സമാധാനം ഉണ്ടാവാൻ. നീ വന്നില്ലേ ഒരു ദിവസം പോട്ടെ, 1 മണിക്കൂർ എല്ലാരും കൂടി ഉള്ളപ്പോ നീ ഒന്ന് ഇവിടെ ഇരുന്ന് നോക്ക്. മുട്ടിൽ തീ കത്തിച്ച് ഓടാൻ തോന്നും. അതാ ഇവിടുത്തെ അവസ്ഥ. അല്ല, നിങ്ങൾ സംസാരിക്കണോ? ഇവര് നമുക്കൊരു സർപ്രൈസ് തന്നില്ലേ, ഇനി തിരിച്ച് ഇവർക്കൊരു സർപ്രൈസ് കൊടുക്കണ്ടേ? 3 ആൾക്കാർ വരാനുണ്ട് ഇവിടെ. മക്കളെ, ഒന്നുകണ്ട് കേറി വന്നേ. മക്കളെ, നിങ്ങൾ മേക്കപ്പ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പത്തെ ജെൻഡർ അടക്കം മാറ്റിട്ട് വന്നോ? ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? ഇത് ചേച്ചിയുടെ ആൺമക്കൾ ജെൻഡർ മാറി വന്നതൊന്നുമല്ല, ഈ വീട്ടിലെ അംഗങ്ങൾ തന്നെയാണ്. പക്ഷെ അത് ചേച്ചി പ്രസവിച്ചതല്ല. യു ചീറ്റ്, യു ബ്ലഡി ചീറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഉറങ്ങാൻ മാത്രല്ലേ അറിയാം. ഞങ്ങൾ വരുന്ന വഴി ഒരു ഓർഫനേജ് കയറിയിരുന്നു. അവിടെ വെച്ചാ ഞങ്ങൾ ഇവരെ പരിചയപ്പെട്ടെ. ഏട്ടന്റെ പോലെ ഫേസ് കട്ടുള്ള ഒരു കുട്ടീനെ കണ്ടപ്പോ ജസ്റ്റ് സംസാരിച്ചതാണ്. അപ്പോഴാ മനസ്സിലായേ അവർ ഈ വീട്ടിലത്തെ കുട്ടികളാണെന്നുള്ളത്. ഇപ്പൊ എങ്ങനെയുണ്ട്? ജൂണിന്റെ ജിന്നിന്റെ മുകളിലുള്ള കുട്ടികളെ കണ്ടപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ കുട്ടിക്ക് നിങ്ങൾ അതേ ഫേസ് കട്ടാ. ഇനി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇതല്ല എന്റെ പ്രശ്നം. എന്റെ കുട്ടികളല്ല അവര്. പക്ഷെ ഈ മുഖം കാണുമ്പോഴേ സത്യത്തിൽ എനിക്ക് അങ്ങനത്തെ കയ്യബദ്ധങ്ങളൊന്നും പറ്റിയിട്ടില്ല. ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വേണ്ടേ. എന്റെ പൊന്നു ചേച്ചി, ഞാൻ പറയുന്നൊന്ന് മുഴുവനായിട്ട് കേക്ക്. ഇത് ഇങ്ങേരുടെ മക്കളല്ല. ഇങ്ങേരുടെ ട്വിൻ സിസ്റ്റർ ഉണ്ടായിരുന്നില്ലേ, അവളുടെ മക്കളാ. അവര് വേൾഡ് ടൂർ പോയിക്കാണ്. ഇവരെ അനാഥാലയത്തിലും കൊണ്ടുപോയാക്കിയിട്ട് ഞാൻ വേഗം വിളിച്ചു കൊടുന്നു. എന്ത് കാര്യം എടുത്തു ചാടിയിട്ടേ തീരുമാനിക്കുള്ളൂ. എങ്ങേര് ചേച്ചിക്ക് വിളിക്കാത്തത് പോട്ടെ, നീ നിന്റെ ചേട്ടന് വിളിക്കലില്ലേ? അവരെ കല്യാണം കഴിഞ്ഞേക്ക് പോയതല്ലേ. ഒന്ന് വിളിച്ചു നോക്കാൻ ഒരു നമ്പർ ഇല്ല. എപ്പോഴും നമ്പർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ അവർക്ക് ഇങ്ങോട്ട് വിളിക്കുക അതുമില്ല. കുക്കി, മോളെ മോളിലത്തെ ഏതെങ്കിലും 2 റൂം അവരോട് എടുക്കാൻ പറയും. എന്താ ഇച്ചു, അമ്മ അച്ഛനൊക്കെ ശ്രദ്ധിക്കൂട്ടോ. ഈ സംസാരം കൂടി ഇല്ലാതാവും. എന്താ കാര്യം? കുക്കി, അവരെ ഞാൻ നിന്റെ കൂടെ കിടന്നാലോ? ഇന്ന് എന്തായാലും അത് വേണ്ട. എനിക്കിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇന്ന് രാത്രി ഞാൻ നിന്റെ റൂമിലേക്ക് വരാം. ഞങ്ങളുടെ കൊക്കിന് ജീവനാണെങ്കിൽ സമ്മതിക്കില്ല. അമ്പടെ കള്ള രാത്രി അവളുടെ റൂമിൽ കയറാൻ പ്ലാൻ അല്ലേ, നടക്കില്ലടാ. കുക്കിമോളെ, ഇത് നിനക്കാ. നല്ല അൽഫാം മന്തിയാ, കഴിച്ചോ. എഴുതുന്ന സമയമുണ്ടല്ലോ, അത് കഴിഞ്ഞ് നീ ഒന്നുകൂടി ആലോചിച്ച് നോക്ക്. കുക്കി, ഇവന്റെ കയ്യിൽ പുട്ട് ശരിയല്ല കേട്ടോ. ഇപ്പോഴും നിനക്ക് ആലോചിക്കാൻ സമയമുണ്ട്. എന്നെ നോക്ക്.
ഇത്രയും സുന്ദരനെ നിനക്ക് കിട്ടാനുണ്ടോ? വേൾഡ് വൈഡ് ഹാൻഡ്സമാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ നിനക്കൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്ന് ഞാൻ ആ ബസ് സ്റ്റോപ്പിലേക്ക് പോയപ്പോൾ എന്തായിരുന്നു പെൺകുട്ടികളൊക്കെ തിരക്ക്, എല്ലാരും ഇടിച്ച് വേറെയായിരുന്നു. ആ അത് ഞാനും കണ്ടായിരുന്നു. ഏതോ പെൺകുട്ടിനെ കയറി തൊട്ടിട്ടല്ലേ എല്ലാരും കൂടി ചവിട്ടി കൂട്ടണ കണ്ടപ്പോൾ നൈസായിട്ട് ഞങ്ങൾ മുങ്ങിയതാ. കയ്യിരിപ്പ് അല്ലാണ്ട് വേൾഡ് വൈഡ് ഹാൻഡ്സം ആയതുകൊണ്ടൊന്നല്ല. കണ്ണു പൊട്ടി പോകൂടാ. സിംഗിളായി നടക്കുന്ന ഏട്ടന്മാരുടെ മുമ്പിൽ വെച്ച് റൊമാൻസ് കളിക്കാൻ നടക്കുന്നു. പോയാൽ അവിടുന്ന് ഇനി 7 ദിവസത്തിൽ നീ അവളെ കാണരുത്. കണ്ട ഞാൻ കണ്ണു കുറ്റി പൊട്ടിപ്പോ. എന്തോന്നടേ ഇത്? എന്റെ പൊന്നേട്ടന്മാരെ, നിങ്ങളോട് സമ്മതിച്ചിട്ടല്ലേ കല്യാണത്തിൽ നിന്നത്? എന്നിട്ട് ഇപ്പൊ എന്താ ഇങ്ങനെ കാട്ടുന്നേ? ഇത് പണ്ടാരം പിടിച്ച പെണ്ണുങ്ങൾ വരെ തലയിൽ വന്ന് വീണാ മതിയായിരുന്നു. മനുഷ്യൻ റൊമാൻസ് ചെയ്യാനും സമ്മതിക്കില്ല എന്ന് വെച്ചാ കുക്കി നീ പോയിക്കോ, ഞാനും പോവേ. നിങ്ങൾ നശി നാറാടക്കലെടുത്തു. നിനക്ക് നല്ല മാജിക് അറിയോടാ? എന്ത് ലുക്ക്, കറക്റ്റ് പെണ്ണന്നെ. നീ വേൾഡ് വൈഡ് ഹാൻസം അല്ല, നീ വേൾഡ് വൈഡ് ബ്യൂട്ടിഫുൾ ആയിട്ട്. ഇതൊക്കെ എന്താ സാധനം? കൊറേ വെച്ച് കെട്ടിട്ടുണ്ടല്ലോ. നിനക്ക് വല്ല ബാല്യം കയറിയോടാ? ഈ പെൺവേഷം കെട്ടിട്ട് എന്തിനാണ് എന്നെ ഇങ്ങനെ തല്ലുന്നേ? പെൺവേഷം കിട്ടിയത് നിന്റെ തന്തയാടാ നാറി. പെൺകുട്ടിയുടെ തേത്ത് കയറി പിടിക്കുന്നതാ. നിന്റെ കൈ ഞാൻ വെട്ടിയെടുക്കേണ്ടതാ. ഈ വീട്ടിലല്ലേ താമസിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാ? ആരാടാ നാറി നീ? അപ്പൊ നീ ജിന്നല്ലേ? ജിന്നല്ല, വോഡ്ക. എടാ, ഞാൻ നിന്റെ അച്ഛൻ്റെ അമ്മയുടെ ബ്രദറിനും സിസ്റ്ററിൻ്റെ മക്കളാണ്. എൻ്റെ കൂടെ 2 സിസ്റ്റേഴ്സും ഉണ്ട്. നിങ്ങളുടെ ഒരു ബ്രദറിനെ പോലെ എൻ്റെ ഒരു സിസ്റ്റർ. പെണ്ണ് കിട്ടാണ്ടായിട്ട് നീ പെൺവേഷം കിട്ടി കിടക്കുന്നു. കാണാനൊരു മെനക്കുണ്ടല്ലോ. പിന്നാമ്പുറത്തും മുന്നാമ്പുറത്തും നീ എന്താ വെച്ച് കെട്ടിയിരിക്കുന്നേ? ഓരാടാ നീ? തങ്ങളൊന്നും ചെയ്യല്ലേ, തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാനാണോ വിചാരിച്ചിട്ടാണോ അവൻ? എന്താ ഇവിടെ അതൊരു ബഹളം? 1 2 3 4. എന്താ അവിടെ നടക്കുന്നേ? ഇതൊക്കെ ആരാ? അച്ഛനവിടെ? അച്ഛനോട് ചോദിച്ചു നോക്കട്ടെ. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് പാതി ജീവൻ പോയി. അച്ഛൻ താൻ ജിമിനല്ലേ? എല്ലാ ഫീമെയിൽ വേർഷനും എത്തിയിട്ടുണ്ടല്ലോ. ഞാൻ ജിമിനാണ്, പക്ഷെ എല്ലാം എൻ്റെ ഇനീഷ്യലല്ല. ജിമി അത്ര മാത്രമേ ഉള്ളൂ. നീ എന്തിനാണ് എന്നെ തല്ലിയേ? പെൺകുട്ടികളെ കാട്ടേലും പോരാ, വീടാ പെണ്ണിന്റെ മെസ്സേജ് കയറാൻ പോകുന്നു. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എന്റെ പേര് പറഞ്ഞു കൊടുത്തെന്നുള്ളൂ. കള്ളം പറയാനുള്ള ചൂണേ, നമ്മളെ പോലെ അവനെ എവിടെയും കയറി പിടിച്ചിട്ടുണ്ടാവും. എല്ലാം ഇങ്ങനെ വരാൻ വഴി. കുക്കിമോളെ, മുകളിൽ എന്തോ ഒച്ചയും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. ഒന്ന് പോയി നോക്കി. ആ തല തീർച്ചമാരെങ്കിൽ ആ പെൺകുട്ടികളോട് എന്തൊക്കെ പറഞ്ഞു കാണുവാണാവോ? എന്റെ ഇച്ചു, ഞാൻ പേടിച്ചു പോയി. എന്താ ഇനി പൊക്കോ, ഇല്ലെങ്കിൽ എനിക്ക് ശ്വാസം കിട്ടാത്ത പോലെ തോന്നും.
അമ്മേ, ഇവരൊക്കെ ആരാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ അനിയത്തിയുടെയും ഇവളുടെ ആങ്ങളുടെ മക്കളാണ്. അവർ കുറച്ചു കാലം ഇവിടെ ഉണ്ടാവും, ചിലപ്പോൾ ജീവിതകാലം മുഴുവനും. നിങ്ങൾക്ക് വേണ്ടി കല്യാണം ആലോചിക്കാൻ പോകും. എങ്കിൽ എനിക്ക് ഇവിടെ മതി. എന്നിട്ട് രണ്ടാൾക്കും ഒരേ ഫേസ് കട്ടായിട്ട് ഇരട്ട സൗന്ദര്യം പറയാനാണ്. മുടി ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ല. രണ്ടാൾക്കും ഒരേ ഹെയർ സ്റ്റൈൽ, ഒരേ ഡ്രസ്സിങ് സ്റ്റൈൽ. എന്റെ പൊന്നു ചിന്നെ, പൊട്ടത്തരം പറയല്ലേ. ആദ്യം ഇപ്പൊ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. ഹെയർ സ്റ്റൈലും ഡ്രസ്സിങ് സ്റ്റൈലും ഫേസ് ഒക്കെ ഒരുപോലെ ആണെങ്കിൽ കുഴപ്പമില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേറെയാണല്ലോ. നോറി ചട്ടത്തരം പറയുന്നു. അമ്മ, ഞാൻ ഉദ്ദേശിച്ചത് സ്വഭാവമായിരുന്നു. എടാ ജിമിനെ, അച്ഛന്റെ ഫീമെയിൽ വേർഷന് നിന്നോട് എന്തോ ക്രഷ് ഉണ്ടെന്ന് തോന്നുന്നു. എത്ര നേരം നിന്നെ തന്നെ നോക്കി നിൽക്കുന്നത്. ഞാനും കുറെ നേരം ശ്രദ്ധിക്കുന്നു. ജിമ്മി പറയുന്ന കാര്യമുണ്ട്, അവൾ വരെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അത് ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ആ നോട്ടം എനിക്ക് ക്രഷ് കൊണ്ടുള്ളതാണെന്ന് തോന്നുന്നില്ല. എന്തോ ഒരു ദേഷ്യവനോടുള്ള പോലെ തോന്നുന്നു. സത്യം പറ ജിമിനേട്ടാ, അവള് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവർ ചെയ്തതിനെക്കാട്ടി മോശമായിട്ടാണ് എന്റെ ചേട്ടൻ ചെയ്തത്. ഞാൻ വന്ന് അവളോട് സംസാരിച്ചിട്ടേ ഉള്ളൂ, ടച്ച് ചെയ്തിട്ടില്ല. അതിനവൾ എന്റെ മോന്തൊക്കെ അടിച്ചു. എനിക്കാണെങ്കിൽ ചെറിയ ക്രഷൊക്കെ തോന്നിയതാണ്. കിട്ടുകയാണെങ്കിൽ കാണാൻ നല്ല ലുക്കുണ്ട്. അച്ഛന്റെ ലുക്കാന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല, അത് അതിനെക്കാട്ടും ഭംഗിയുണ്ട്. പക്ഷെ ഈ സ്വഭാവം വെച്ചിട്ട് എങ്ങനെയൊന്നും മനസ്സിലാക്ക. ഒരു ഐഡിയ ഉണ്ട്, ഒരാൾ വിചാരിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. കുക്കി. പക്ഷേ ഞാനും നമ്മൾ സംസാരിക്കുന്ന അച്ഛനമ്മ കണ്ട ആകെ സീനാണ്. നിങ്ങൾ പറഞ്ഞ അവർക്ക് കേൾക്കൂല. ഇനി എന്താ ചെയ്യുക? ഡെവിനെ ജിമിനെ ചൂണെ, എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. എൻ്റെ കൂടെ നിന്നാൽ മതി. പകൽ എന്തായാലും നടക്കാൻ പോകുന്നില്ല. കാരണം കുക്കിയുടെ അച്ഛനമ്മ കൂടി വന്ന കാരണം സംസാരിച്ച കുറച്ച് സീനാവും. പിന്നെ അവന്മാരുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, രാത്രിയാക്കാം. നമുക്ക് വാച്ച് ചെയ്യാം. കൂടെ നീ അവർ രണ്ടെണ്ണം കൂടി സെറ്റാക്കാനുള്ള ഒരു വഴിയും കൂടി കുക്കിനോട് ചോദിക്കുക. രാത്രി എല്ലാവരും ഉറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കാം. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ സിഗ്നൽ തരാം. നീ ഫോൺ സൈലൻ്റാക്കി പോയാൽ മതി. കാര്യം അവളോട് പറഞ്ഞിട്ട് നീ വേഗം വായോ. ഓക്കെ? നീ അത് കിടന്ന് ഉറങ്ങുകയാണോ? പറഞ്ഞതൊക്കെ മറന്നോ? എടാ കുക്കിയോട് കൂടി സംസാരിക്കടാ. എല്ലാവരും ഒരു വിധം ഉറങ്ങി. ഇനി ആരെങ്കിലും നീക്കണം മുമ്പ് പോയി സംസാരിച്ചിട്ട് വായോ. ഈ നേരത്തെ അവൾ റൂമിൽ പോയാൽ മോശമല്ലേ? നാളെ പകൽ നമുക്ക് നോക്കിയാലോ? എന്ത് മോശം? സംസാരിക്കാനല്ലേ? അതൊന്നും കുഴപ്പമില്ല. നാളെ ഇതുപോലത്തെ ചാൻസ് ഒന്നും കിട്ടില്ല. ഈ സാറ ജെവിനെ ആ ഡേറ്റിൽ ഞങ്ങൾ കാര്യം പറയുന്നേ. എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഇവൾക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യം എന്നറിയാതെ. നീ ഒന്ന് പോവാടാ, ഞങ്ങൾ കാവൽ നിന്നോളാം. അത് ചിലപ്പോൾ പെട്ടെന്നൊന്നും വരാൻ പറ്റില്ലെങ്കിലോ? അവൾക്ക് സമ്മതം നൽകി നിർബന്ധിക്കണ്ടേ? പിന്നെ പെട്ടെന്ന് കയറിയിട്ട് കാര്യം പറയാനും പറ്റില്ല. ജസ്റ്റ് ഒന്നൊരു മയക്കി എടുത്തിട്ട് വേണ്ടേ? അപ്പൊ ചിലപ്പോൾ സമയം പിടിക്കും. അതൊന്നും പ്രശ്നമല്ല. അതിനുള്ള ഞങ്ങൾ പുറത്ത് നിൽക്കുന്നേ. എന്തെങ്കിലും ഒരു കാര്യത്തിന് അമ്മയച്ഛനുടെ വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ഞങ്ങൾ ഒഴിവാക്കിക്കോളാം. ഏട്ടന്മാർക്ക് ഉറങ്ങിയോ? ഇല്ല, നമുക്ക് വേണ്ടി പുറത്ത് കാവൽ നിൽക്കുന്നുണ്ട്. എനിക്ക് നിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു. നിന്നെ തൊടാൻ തോന്നുന്നു. പിന്നെ പ്ലീസ് നിർത്ത്. എനിക്ക് എന്തോ പോലെ. അതേറ്റാ നാളൊക്കെ വരും. ഒരാഴ്ചയിലെ കല്യാണത്തിന് ഇനി നിന്നാ വേറെ എന്തെങ്കിലുമൊക്കെ. പക്ഷെ എനിക്ക് നാണം കാണുമ്പോഴാണ്.
രണ്ടര മണിക്കൂർ എടുത്തു. എന്താ അവളൊന്ന് കൺവിൻസ് ചെയ്ത് ഇത്ര സമയം വേണോ? അവൾ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ നാളെ പോയി ചോദിച്ചു. ഇന്ന് എനിക്ക് ഉറങ്ങായിട്ട് പറയാം. എനിക്ക് ഉറക്കം കിട്ടുമെന്നല്ല. കുക്കി, നീ ചോദിച്ചോ? ആ ജിമിനേട്ടാ ചോദിച്ചു. അവള് പറഞ്ഞത് അവളുടെ പേര് മിയാന്നാന്ന് പറഞ്ഞാൽ മതിയെന്ന്. അപ്പൊ ഓർമ്മ വന്നോളൂന്ന്. ഈശ്വര, മിയ? മോളെ മിയ, ഇത് ഞാനാടി നിന്റെ ജിമിനേട്ടൻ. നീ അപ്പൊ ഇഷ്ടാന്ന് പറഞ്ഞപ്പോ ഞാൻ ചുമ്മാ നിന്നെ പ്രാങ്ക് ചെയ്തതല്ലേ. നീ പിന്നെ എന്താ എനിക്ക് വിളിക്കാറുന്നേ? ഏട്ടന് ഫുൾ ഇഷ്ടാണ് കേട്ടോ. വെച്ചിട്ട് കുഴപ്പമാണ്. എടാ ജിമിനെ, നീ ആ നമ്പർ ഇങ്ങ് തന്നു. നിനക്കും സെറ്റ് ചെയ്യില്ല, ഞാനൊന്ന് സെറ്റ് ആക്കട്ടെ. ഹലോ, നീ അല്ലേ? ഞാൻ ജിമിന്റെ ബ്രദറാണ്. ഐ ലവ് യു. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടൻ അനിയനെ പ്രേമിച്ചോടുകൂടി എനിക്ക് പ്രേമത്തില്ല വിശ്വാസം പോയി. ഇതേപ്പോ ചേട്ടൻ എനിക്കിപ്പോ അതൊന്നുമല്ല. പഠിച്ച് ഒരു നിലയിലെത്തിക്ക് കുറെ കാശ് കിട്ടും, എന്നിട്ട് കൊറിയയിൽ സെറ്റിലാവണം, BTSനെ നേരി കാണണം, അവരിൽ ആരെങ്കിലും പിടിച്ച് കിട്ടണം. അത്ര കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളേ ഉള്ളൂ. ഇത് നടക്കാത്ത സുന്ദരമായ സ്വപ്നം. വെറുതെ എഴുതി അവൻ നിന്നെ ഇട്ടിട്ട് പോയത്. നീ BTSനെ കെട്ടാൻ വേണ്ടി നടക്കല്ലേ. ഇപ്പൊ കിട്ടും, കാത്തിരിക്കും. അപ്പൊ ഞങ്ങളുടെ തീരുമാനത്തിലെത്തി. ജിന്നിന് ദിയനെയും ജൂണിന് നിയനെയും ജിമിന് മിയനെയും കല്യാണം കഴിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എതിരഭിപ്രായമൊന്നുമില്ലല്ലോ? എനിക്കുണ്ട് അഭിപ്രായ വ്യത്യാസം. എനിക്ക് വേണ്ട. എനിക്ക് ഈ ഏട്ടൻ്റെ കല്യാണം കഴിച്ചാൽ മതി. മിയ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്ന് റൂമിലോട്ട് വരുമോ? ഈശ്വര, പകുതി ചെയ്യുമെങ്കിൽ കല്യാണം കഴിക്കാൻ കിട്ടുന്നു. എനിക്ക് ജിമിനായിട്ട് എന്നെ കല്യാണം കഴിച്ചാൽ മതി. ഈശ്വര, പല്ല് ഇളകി തോന്നുന്നു. നമ്മളെ കല്യാണം അക്ഷരമാണ്. ഈ നാളുടെ കൂടെ നമ്മളെ കല്യാണം കൂടി കേൾപ്പിക്കാറുന്നില്ല ഇവർക്ക്. നമ്മൾ ഇങ്ങനെ നിന്ന് നിരക്കുള്ളൂ. ദേവി, നീ എന്തിനാ കരയുന്നേ? അവള് നല്ല ഭംഗിയിലാണല്ലോ വരുന്നേ. പൊട്ട, ഏത് നേരം ഇൻസ്റ്റഗ്രാമിൽ ഇരിക്കലല്ലേ. ഈ വെഡിങ്ങിന്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണും. അതിപ്പോഴത്തെ ട്രെൻഡ്. അല്ല, നിങ്ങളുടെയൊക്കെ ഭാവി ഭാര്യമാരുടെ? എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ. ഞാൻ പെരുന്നില്ല ചിങ്ങനെ. എൻ്റെ ലഹങ്കയുടെ പാവാട കയറ്റിയത് പാവാട കീറി പോയി. ഇനി എനിക്കിതാവുന്നില്ല. ഞാൻ വരുന്നില്ല കല്യാണത്തിന്. എൻ്റെ മസ്കാര വെച്ച് കടുപ്പിൽ ചുരുളുന്നില്ല. ഇതിങ്ങനെ കുത്തി നിൽക്കുക. ഞാൻ വരുന്നില്ല. എടാ ചെവി, നിനക്കറിയാലോ, ആ ഏതോ ഒരു ജോത്സ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്റെ മുഹൂർത്തം 9:30ക്കും 11 മണിക്കും ഇടയിൽ നടന്നില്ലെങ്കിൽ ഞങ്ങളുടെ കല്യാണം 4 വർഷത്തേക്ക് നടക്കില്ല. ദയവ് ചെയ്ത് നേരം വെടിക്കില്ല എന്നറിയാം. അതിലും നേരത്തെ ആക്കാതിരിക്കാൻ ശ്രമിക്കും. കറക്റ്റ് ആ സമയത്തിന് തന്നെ നടക്കണേ. അതെനിക്കറിയുന്നുണ്ടായിരുന്നില്ല. ഇനി എന്താ ചെയ്യുക? നിങ്ങളുടെ കല്യാണം 4 വർഷം കഴിഞ്ഞിട്ടേ നടക്കുള്ളൂ. കാരണം എൻ്റെ ശാദി മുഹൂർത്തം കഴിഞ്ഞിട്ട് 6 ദിവസമായി.